വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈ ഒരു ഓണത്തിന് സദ്യയുടെ കൂടെ വിളമ്പാൻ പറ്റിയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പായസമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ നുറുക്ക് ഗോതമ്പ് പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. സൂചി ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറയുന്നില്ല, ആ ഒരു സാധനം. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പ്രഷർ കുക്കറിലോട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കുതിർത്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ കുതിർത്ത് വെക്കാണ്ടാണ് യൂസ് ചെയ്യുന്നത്. കുതിർത്ത് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം നിങ്ങൾക്ക്. ഇനി ഇതിലോട്ട് നമുക്ക് 1.5 കപ്പ് നുറുക്ക് ഗോതമ്പിലോട്ട് ഒരു 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 3, 3.25, 3.5 ഒക്കെ എടുക്കാം കേട്ടോ. നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കുക്കറിൽ ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് വെള്ളം അധികം തന്നെ എടുത്തോളൂ. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ ഇടിയിച്ചെടുക്കുക കേട്ടോ. നമ്മളിത് 1 മണിക്കൂർ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 2 വിസിൽ മതിയാവും. ഞാനിപ്പം കുതിർക്കാതെയാണ് എടുക്കുന്നത് കൊണ്ട് ഒരു 3 വിസിൽ ഇടിയിച്ചെടുക്കുന്നുണ്ട്. 3 വിസിലാവുമ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് വന്നോളും. ഉപ്പുമാവൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു വിസിൽ മതിയാവും. പക്ഷെ പായസം ആയതുകൊണ്ട് തന്നെ വെന്ത് നന്നായിട്ട് ഉടയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 വിസിൽ ഇടിയിച്ചിട്ട് ഇത് ഫുള്ളായിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം. പാനിലോട്ട് നമുക്ക് 2 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കപ്പളവിൽ എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ഫുള്ളായിട്ട് ഉണ്ടാവും. ഈ ഒരു ശർക്കരയിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. പിന്നെ ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടെ. ഇപ്പം 2 അച്ച് ശർക്കര എന്തായാലും എനിക്ക് ഈ ഒരു ഇത്ര ഞാൻ ഉണ്ടാക്കുന്ന ഒരു ക്വാണ്ടിറ്റിയിലുള്ള പായസത്തിനും കണക്ക് മധുരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനിയിപ്പം നിങ്ങൾക്ക് ശർക്കര കല്ലും കരടും ഒന്നും ഇല്ലയെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഇട്ട് വെക്കാം കേട്ടോ, നമ്മുടെ ഗോതമ്പിൻ്റെ കൂടെ. ഞാനിപ്പോൾ ശർക്കര പാവ് കാച്ചി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും കരടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് അരിച്ചെടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാവ് കാച്ചുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ശർക്കര പാവ് കാച്ചി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ചൊന്ന് കുറുക്കി എടുക്കണം കേട്ടോ. അതിലുള്ള എക്സ്ട്രാ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു എക്സ്ട്രാ വെള്ളമൊക്കെ പോയി കിട്ടണം. അതിന് ശേഷം നമുക്ക് ഒരു തേങ്ങയുടെ ഫുള്ളായിട്ടുള്ള പാലെടുക്കുക. 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് 2-ാം പാൽ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഒരു തേങ്ങയുടെ ഫുൾ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ 1.5 കപ്പ് സൂചി ഗോതമ്പിലോട്ട്. ഇനി ഇത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ കുറച്ച് വെള്ളം പോലെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ 2-ാം പാല് നന്നായിട്ട് കുറുകി വരണം. നന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തതിനേക്കാളും കുറേ കുറഞ്ഞിട്ട് ആ ഒരു കുറുകി വരണം. എന്നാലേ കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് തിളക്കുന്നത് കാണുന്നില്ല. ഇതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി ആവുന്നത് വരെ നമ്മൾ കുറുക്കി എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് ആയാൽ അടിക്ക് പിടിക്കില്ല, പക്ഷെ നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. ഇനി നമുക്ക് ഇതിലോട്ട് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു 1-ാം പാല് ഒരു 1.5 കപ്പ് അളവിലുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. 1-ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം തിളക്കാൻ വേണ്ടി പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തിളച്ച് കഴിഞ്ഞാൽ പാല് ചിലപ്പം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എല്ലായ്പ്പോഴും പിരിയില്ല, ചിലപ്പം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1-ാം പാല് ചേർത്ത് കൊടുത്തിട്ട് മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളകേറി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമ്മുടെ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടി നിർബന്ധമില്ല, പക്ഷേ ഉപ്പ് നിർബന്ധമാണ് കേട്ടോ. ഉപ്പ് ഒരു 1/4 ടീസ്പൂണെങ്കിലും ചേർത്ത് കൊടുത്താൽ മാത്രമേ ആ മധുരം കറക്റ്റായിട്ടൊരു ബാലൻസ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ പായസത്തിന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുന്നുണ്ട്. നല്ല നെയ്യ് തന്നെ എടുക്കണം കേട്ടോ. നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക. ഇതിന് പകരം ഓയിലൊന്നും എടുക്കരുത് കേട്ടോ. ഓയിലൊന്നും എടുത്താൽ നമ്മുടെ പായസത്തിന് അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ.
ബദാം എടുക്കാം, അതുപോലെ തന്നെ കിസ്മിസ്, തേങ്ങാക്കൊത്ത്, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടമുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ കുറച്ച് കാഷ്യൂ നട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുത്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് പായസത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി വരുന്നതാണ്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇനി തണുക്കുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ട് നല്ലൊരു തിക്നെസ്സിലുള്ള പായസം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് ഈസിയാണ്. അതുപോലെ നമുക്കിതിലോട്ട് തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾ കഴിക്കില്ല തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കിസ്മിസും ഒന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് സദ്യയുടെ കൂടെയൊക്കെ വിളമ്പാൻ പറ്റുന്നൊരു പായസമാണ്. ഈസിയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നുറുക്ക് ഗോതമ്പൊക്കെ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്, കാരണം റേഷൻ കടയിൽ നിന്നൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പായസമൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.